സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട മഴ തുടരുമെന്ന റിപ്പോർട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിരുന്നു. അത് അതിതീവ്ര മഴയായിരിക്കും എന്നുള്ളതാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ രാത്രി യാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുവഴി യാത്ര ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരൊക്കെ കൃത്യമായി മനസ്സിലാക്കി പോവുക. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്നും നാളെയും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയാണ് ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണം. അടുത്ത ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും പിന്നീട് അത് തീവ്ര ന്യൂനമർദ്ദമാകാനുമുള്ള സാധ്യതയുണ്ട്. ഇത്തവണത്തെ കാലവർഷം ഇന്നലെ ആൻഡമാനിൽ പ്രവേശിച്ചു. സാധാരണയിലും 3 ദിവസം മുൻപെയാണ് കാലവർഷം ആൻഡമാനിലെത്തിയത്. മെയ് 31 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായേക്കും. ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും മത്സ്യബന്ധന വള്ളങ്ങൾ കെട്ടിയിട്ട് സൂക്ഷിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കടലിൽ മോശം കാലാവസ്ഥയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. ഇനി ഒരറിയിപ്പുണ്ടാകും വരെ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.